പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി റോഡിൽ കെട്ടിയ കയറിൽ കുരുങ്ങി കൊച്ചിയിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. തേവര സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. പോലീസിന്റെ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചു. എന്നാൽ മനോജ് സുരക്ഷാ മുന്നറിയിപ്പ് പാലിച്ചില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. കൊച്ചി പള്ളിമുക്ക് ജംഗ്ഷനിൽ ഇന്നലെ രാത്രി 9:30യോടെയാണ് അപകടമുണ്ടായത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി എത്തുന്നതിനാൽ MG റോഡിലേക്കുള്ള വഴികളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പോലീസ് റോഡിന് കുറുകെ കെട്ടിയ കയറിൽ കുരുങ്ങിയായിരുന്നു അപകടം. 28-കാരനായ മനോജിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്ലാസ്റ്റിക് കയർ കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തതാണ് അപകട കാരണമെന്ന് മനോജിന്റെ കുടുംബം ആരോപിച്ചു. അവർ ആ വടം കെട്ടിയിട്ടുണ്ടെങ്കിലും ആ വടത്തിൽ ഒരു റിബൺ ആവട്ടെ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. റിബണോ എന്തെങ്കിലുമൊക്കെ വെച്ചിരുന്നെങ്കിൽ എൻ്റെ ബ്രദർ ചിലപ്പോൾ കാണുമായിരുന്നിരിക്കും. പോലീസിന്റെ അനാസ്ഥ മൂലമുണ്ടായ കൊലപാതകമാണെന്ന് TJ വിനോദ് MLA ആരോപിച്ചു. ചിറ്റൂർ റോഡിൽ ഇങ്ങനെ വടം കെട്ടി ട്രാഫിക് ബ്ലോക്ക് ചെയ്യുമ്പോൾ പോലീസ് അതിനുള്ളൊരു മുന്നൊരുക്ക പ്രവർത്തനം നടത്തേണ്ടതാണ്. ആ മുന്നൊരുക്ക പ്രവർത്തനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി മനോജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദാരുണമായി മരണപ്പെടാനിടയായ സാഹചര്യമുണ്ടായത്. എന്നാൽ കൈ കാണിച്ചിട്ടും നിർത്താതെ അമിത വേഗതയിൽ മനോജ് സ്കൂട്ടറുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം. നിർഭാഗ്യവശാൽ ഈ പോലീസുകാരുടെ വാർണിംഗ് അനുസരിക്കാതെ അല്ലെങ്കിൽ കേൾക്കാതെ ഈ വ്യക്തി അമിത വേഗത്തിൽ പോയി നിർഭാഗ്യവശാൽ ഈ കയറിൽ കുരുങ്ങി മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വടുതലയിൽ സംസ്കരിക്കും. റിപ്പോർട്ടർ, കൊച്ചി.